വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള സർക്കാരിൻ്റെ ബജറ്റ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിനെതിരെ സാമുദായിക സംഘടനകളും കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുള്ള നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. നികുതി കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും കുടിക്കുന്നവർ കുടിക്കും, അത് ഉറപ്പാണ്. കാരണം പൈസ ആൾക്കാർക്ക് ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. രാവിലെ ഇങ്ങനെ പിറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ചിട്ട് കൊണ്ടാന്ന് കഴിഞ്ഞാൽ ഇത് പല പ്രശ്നങ്ങളും ഇവിടെ ദോഷം ചെയ്യും, ഒരുപാട് ദോഷം ചെയ്യും. കാര്യം വളരെ ദോഷം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കഞ്ചാവ് വിറ്റിട്ടും മറ്റുള്ള പണികൾ ചെയ്തിട്ടും വരുമാനം ഉണ്ടാക്കുന്നത് നല്ലത്. ഇത് കൊടുക്കുന്നതാണ് എന്തോ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് മദ്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? അത് കുറയ്ക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ തീരുമാനം. നികുതി വർദ്ധിപ്പിക്കണം. മദ്യത്തിൻ്റെ ആ നികുതി കുറയ്ക്കേണ്ടെന്ന് ആവശ്യമില്ല, അതങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതാ നല്ലത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആൾ കുടിക്കൂല, കുറേ ആൾ കുടിക്കാൻ സാധ്യത കുറവാണ്. നികുതി കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കുടിക്കുന്ന സാഹചര്യം വരും. അത് പറയാൻ പറ്റില്ല. എന്താ അറിയോ, അത് കുടിക്കുന്നവർ കുടിക്കും എന്തായാലും. അത് നികുതി കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും കുടിക്കുന്നവർ കുടിക്കും, അത് ഉറപ്പാണ്. അല്ലാതെ നികുതി കൂട്ടിയിട്ടും കുറച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ വരുമാനം ഇല്ലാണ്ടാക്കാന്നേ ഉള്ളൂ. വരുമാനം, സർക്കാർ വരുമാനം ഇങ്ങനെ മദ്യപത്തിന് അല്ലെങ്കിൽ മദ്യം ഇവിടുന്ന് ഉപേക്ഷിക്കണം കേരളത്തിൽ നിന്ന്. വേണ്ടെന്നുള്ള അഭിപ്രായം നമ്മളത്. ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. മദ്യം വേണ്ട, ഇതെല്ലാം തലവേദനാണ്. വീര്യം കുറഞ്ഞാൽ അത് ഓല കാര്യത്തിനല്ലേ വീര്യം കുറക്കുന്നത്. ഈ ലഹരിയൊക്കെ ഒഴിവാക്കാണ്. അപ്പോൾ ഇത് അതിൻ്റെ കുട്ടികളെ ഒഴിവാക്കാനാണ് നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം പൈസ ആൾക്കാർക്ക് ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. രാവിലെ ഇങ്ങനെ പിറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പല സ്ഥിതി ആൾക്കാരും. എന്തിനാണ് ജീവിക്കാൻ ആവശ്യം? വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. ഒരിക്കലും നല്ലതല്ല, അതിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അതെ, അപ്പോൾ അത് വേണ്ട. ആദ്യം എന്തായിരുന്നോ ആ ലെവലിൽ അങ്ങനെ പോട്ടെ, ഉണ്ടായിക്കോട്ടെ. അതിനെന്താ പ്രശ്നം? അത് കുടിക്കുന്നവർക്കല്ലേ പ്രശ്നമുള്ളൂ, അല്ലാത്തവർക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ലെവലിൽ പോയിക്കോട്ടെ. ഇത് കുറച്ചിട്ട് കൊണ്ടാന്ന് കഴിഞ്ഞാൽ ഇത് പല പ്രശ്നങ്ങളും ഇവിടെ ദോഷം ചെയ്യും. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കുട്ടികളൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ പിന്നെ ക്ലാസ് റൂമിലോ അവിടെ ബാത്റൂമിലൊക്കെ കൊണ്ടുവച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന് വീര്യം കുറവല്ല, ആർക്കും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ആദ്യമുള്ള ആ ലെവലിലോട്ട് പോയിക്കോട്ടെ. ഒരുപാട് ദോഷം ചെയ്യും ആ കാര്യം, വളരെ ദോഷം ചെയ്യും. കാരണം നമ്മുടെ സമുദായം എന്നല്ല, എല്ലാവർക്കും അത് സമൂഹത്തിന് തന്നെ വളരെ ദോഷം ചെയ്യും. വളരെ ബുദ്ധിമുട്ടാവും ആ കാര്യം. ഒഴിവാക്കല്ല, അത് നിവൃത്തില്ല, അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതായത് ഉള്ള നികുതി പരമാവധി കൂട്ടിയിട്ട് മദ്യ ഉപയോഗം കുറക്കാനുള്ള ശ്രമമാണ് സർക്കാർ ചെയ്യേണ്ടത്. അതെ, അത് കൊണ്ടുവന്നു വിട്ടോ, അതല്ല വേണ്ടി. അതാണ് ഏറ്റവും നല്ലേ. ഞാൻ നിരോധിച്ചാൽ ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ലതാണ്. വേറെ എന്തെങ്കിലും മാർഗം കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. നിരോധിച്ചാൽ ഏറ്റവും നല്ല പരിപാടി അത്. അവർക്ക് നല്ല കാര്യമായിരിക്കും കുടിക്കുന്ന ആള്. അതെ, ആവശ്യക്കാരെല്ലാം കുടിക്കുള്ളൂ, എല്ലാവരും കുടിക്കാൻ നിൽക്കില്ല. വീര്യം അത് കൂട്ടിയാൽ അല്ല, വീര്യം കുറച്ചാൽ എല്ലാവരും കുടിക്കും. ഇത് നികുതി കൂട്ടിയാൽ എല്ലാ ആവശ്യക്കാരെ കുടിക്കുള്ളൂ. ശരിയായിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികളെല്ലാവരും അതിലേക്ക് ഇറങ്ങിപ്പോവും. മദ്യം തന്നെ നിരോധിക്കണം എന്നുള്ള അവസ്ഥക്കാരനാണ്. അത് കുറച്ചാലും കൂട്ടിയാലും ഒക്കെ കണക്കന്നാണ്. അപ്പോൾ ഈ മദ്യം തന്നെ ഇവിടെ നിരോധിക്കണം. അതിൽ നിന്നുള്ള ലാഭം മറ്റുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താം. അത് തീർച്ചയായിട്ടും അത് തെറ്റാണ് ഞാൻ പറയുന്നത്. സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗ്ഗം അല്ല, പ്രധാനം തന്നെ ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കഞ്ചാവ് വിറ്റിട്ടും മറ്റുള്ള പണികൾ ചെയ്തിട്ടും വരുമാനം ഉണ്ടാക്കുന്നത് നല്ലത്. ഞാൻ ആ അഭിപ്രായക്കാരൻ. അങ്ങനെയാണെങ്കിൽ കഞ്ചാവ് വിൽക്കുക, അതൊരു വരുമാന മാർഗ്ഗമാണ്. മറ്റുള്ള ചില ഇമ്മോറൽ പ്രവൃത്തികളുണ്ട്, അതിൽ കൂടി വരുമാനം ഉണ്ടാക്കുക. ഇത് കൊടുക്കുന്നതാണ് എന്തോ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് മദ്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? അല്ല, നികുതി കുറയ്ക്കരുത് എന്നുള്ള അഭിപ്രായമാണ്. നികുതി കൂട്ടണം, അതാണ് വേണ്ടത്. വീര്യം കുറച്ച് കഴിഞ്ഞാലും നികുതി കൂടിക്കോട്ടെ എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ നികുതി കൂടിക്കഴിഞ്ഞാൽ സർക്കാരിനും വരുമാനം, കൂടുതൽ നികുതി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ കുടിക്കുന്ന കുറക്കും എന്ന അഭിപ്രായമാണ്. മദ്യവർജനം നല്ലതാണ്, പക്ഷെങ്കിൽ കേരളത്തെ സംബന്ധിച്ചുള്ള നടക്കുമെന്ന് ഉള്ളതാണ് മെയിൻ. വേണ്ടവരത് ഉപയോഗിക്കും, അല്ലാത്തവരായാലും കുറച്ചാലും കുറച്ചില്ലെങ്കിലും ഉപയോഗിക്കും, ഉറപ്പാണ്. വീര്യം കൂട്ടണം എന്നാണ് നമ്മളെ അഭിപ്രായം. അല്ല, നികുതി കുറച്ച് നല്ലതാണോ? അല്ല, നല്ലല്ല. പൈസ പറയും, നല്ലല്ല. വീര്യം കൂട്ടണോ, ഇത് നികുതി കുറയ്ക്കുകയും വേണം. നല്ല കൂടിയ വീര്യമുള്ള മദ്യം തന്നെ വേണോ? തീർച്ചയായും, എന്നാലേ കിക്കാവുള്ളൂ. ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഇപ്പോൾ ഫുള്ളടിയാ, വെള്ളടിയാ. വീര്യം കുറവാണ് ഏറ്റവും കൂടുതൽ. സാധനം യേശുന്നില്ല, അതാണ്. അഭിപ്രായം പറഞ്ഞവരിൽ കൂടുതൽ പേരും പങ്കുവച്ച ഒരു ആശങ്ക, ഈ വീര്യം കുറഞ്ഞ മദ്യമായാലും നികുതി കുറച്ച് കൂടുതൽ ലഭ്യമാക്കുന്നത് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും മദ്യത്തിന് അടിമപ്പെടുത്തും എന്നുള്ള ആശങ്ക തന്നെയാണ്. ഈ ആശങ്ക സർക്കാർ കാണുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ക്യാമറ പേഴ്സൺ റിഷാദ് ടി കെക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.